ഓ ഇഷ്ടപ്പെട്ടു, കൊള്ളാം സിനിമ. കാണാൻ പറ്റിയ സിനിമയാണ്, കാണാൻ എല്ലാവർക്കും കൂടെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇത് കാണുന്നുണ്ട്, മസ്റ്റായിട്ട് കാരണം കരയാനൊക്കെ ഉണ്ട് പറയൊക്കെ, നല്ല നല്ല പടമാണ്. സംവിധാനം ആ പ്രൊമോഷൻ പറഞ്ഞ കൊച്ചിയിൽ വെച്ച് ലവ് ആൻഡ് ലാഫാണെന്നാണ്. ലവ് ആൻഡ് ലാഫല്ല, സെൻറ്റിമെൻറ്റ്സ്, ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സും കൂടെ പാക്ക് ചെയ്ത് അതൊരു ബിസിനസ് പ്രോജക്റ്റ് അല്ല, അത് ശരിക്കും നമ്മൾ കാണും. നമുക്ക് സമയം പോകുന്ന അറിയില്ല. നമ്മൾ ചില മൂവീസ് കാണുമ്പോൾ ഫോൺ എടുത്ത് നോക്കുന്ന പരിപാടിയുണ്ട്, അതൊന്നും ഇതിലില്ല, ബാധകമല്ല. നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തീർന്നു പോയൊരു ഫീലാണ്. ഇഷ്ടപ്പെട്ടു, നല്ല പടം, നല്ല കുടുംബ അല്ല ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങിയ പടത്തിന് നല്ല പടം, ഉള്ള അടിപൊളി ഇമോഷണൽ കോമഡി എൻ്റർടൈൻമെൻറ്റ്, നല്ല അടിപൊളി കണ്ടൻ്റാണ്. ത്രില്ലറല്ല, ഇതൊരു കോമഡി എൻ്റർടൈൻമെൻറ്റാണ്, ഇമോഷണലി ആണ് പടം കൊണ്ടുപോകുന്നത്. അടിപൊളി പടമാണ്, മസ്റ്റ് വാച്ച് പടമാണ്. തിയേറ്റർ എൻഗേജ് ആണ്, പക്ഷേ ഇതിന് തിയേറ്റർ ഇവിടെ കുറവായിട്ടാണ് വന്നത്. ഇത് OD2 OD 1 ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, കാരണം അത്രയും അടിപൊളി പടമാണ്. ഇത് തിയേറ്ററിൽ കാര്യം കാണാനില്ലെന്ന് കേൾക്കുമ്പോഴാണ് വിഷമമാണ്. അത് തിയേറ്റർ ചെറുതായി അത്രയല്ല, ഇത് ആൾ കാണാനില്ല, കാരണം ഇതൊക്കെ കാണേണ്ട പടമാണ്. കാരണം ഇപ്പം കണ്ടന്റുള്ള പടങ്ങളൊക്കെ ആൾ കാണാൻ പറഞ്ഞു, അല്ലാത്ത പടങ്ങളൊക്കെ പോയിട്ട് കാര്യമില്ല. ഇപ്പം ഇത് കാണുന്നത് മസ്റ്റായിട്ട്, കാരണം കരയാനൊക്കെ ഉണ്ട് പറയൊക്കെ, നല്ല നല്ല പടമാണ്. നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും തിയേറ്ററിൽ നിന്നിട്ട് നമ്മൾ സിനിമ അല്ല ഒരു ജീവിതത്തിലൊപ്പം യാത്ര ചെയ്തൊരു അനുഭവമാണ്. ഞാനൊരു ചലച്ചിത്ര മാധ്യമ പ്രവർത്തനമാണ്. കോയിൻസിഡൻ്റായിട്ട് കഴിഞ്ഞ ദിവസം ശശികുമാർ ചേട്ടൻ്റെ, അതായത് ശശികുമാർ സാറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തുള്ള ആ സംവിധായകൻ്റെ വളരെ പ്രായം കുറഞ്ഞൊരു പയ്യൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഉദാത്തമായൊരു സിനിമ എടുത്തിരിക്കുന്നു. സിനിമ ആളുകൾ നശിപ്പിക്കുമെന്നൊക്കെ പറയുന്ന ഒരു ഷോ ഇതൊന്ന് കണ്ടുപോകും. ഇതിലൂടെ നന്നായില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ നന്നാവില്ല. ഉറപ്പായിട്ട് ഫാമിലി വന്ന് കാണേണ്ട ഒരു പടം. നമുക്ക് അത് വിവരിക്കാൻ പറ്റില്ല. അത് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് പോലും വാക്കുകളില്ലെന്ന് വെച്ചാൽ അത് ഞാൻ പലപ്പോഴും കരഞ്ഞു. അത് നമ്മൾ ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. എന്താ ഇമോഷണലി, കാരണം ഒരു സംവിധാനം ആ പ്രൊമോഷൻ പറഞ്ഞ കൊച്ചിയിൽ വെച്ച് ലവ് ആൻഡ് ലാഫാണെന്നാണ്. ലവ് ആൻഡ് ലാഫല്ല, സെൻറ്റിമെൻറ്റ്സ്, ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സും കൂടെ പാക്ക് ചെയ്ത് അതൊരു ബിസിനസ് പ്രോജക്റ്റ് അല്ല, അത് ശരിക്കും നമ്മൾ കാണും. ഓരോ മനുഷ്യനെയും അതിൽ പറിച്ചു വെച്ചിരിക്കുകയാണ് കഥാപാത്രങ്ങൾ. വളരെ സന്തോഷം. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക്, നിങ്ങൾ ചെയ്യുന്ന മീഡിയ പ്രവർത്തകരുടെ ഭാഗമായിട്ട് എൻ്റെ പ്രൊമോഷൻ കൊച്ചിയിൽ എടുത്തിട്ട് 2 ദിവസത്തിനുള്ളിൽ അത് വന്ന് മറ്റൊരു മാധ്യമത്തിനകത്ത് അഭിപ്രായം പറയാൻ പറ്റുന്നതിന് ഒരു ഭാഗ്യം, ഒരു ചലച്ചിത്ര മാധ്യമ പ്രവർത്തകർക്ക് സന്തോഷം. നല്ല പടം, കൊള്ളാം, നല്ല പടം, സൂപ്പർ, അടിപൊളി, കാണാം. പടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു നല്ല പടം കാണാൻ ഒരു അവസരം കിട്ടിയത് തന്നെ. കണ്ടിട്ടുണ്ടില്ലെന്ന് പറയാനില്ല, പക്ഷെ എന്നാലും ഒരു ഫീൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് തുടക്കം, സമയം പോയത് അറിഞ്ഞില്ല. ഒരുപാട് കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പടത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ കാണേണ്ട ഒരു മൂവി തന്നെയാണ് ടൂറിസ്റ്റ് ഫാമിലി. ത്രില്ലറല്ല, ഇതിൽ പറയുന്ന പറഞ്ഞാൽ കോമഡി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെന്താ ഇമോഷണലുണ്ട്. അതൊക്കെ നല്ല ആൾക്കാരിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റി പടം. അങ്ങനെയല്ല, ഇതൊരു പ്രത്യേകതരം ഒരു മൂവിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും അത് നമുക്ക് സമയം പോകുന്ന അറിയില്ല. നമ്മൾ ചില മൂവീസ് കാണുമ്പോൾ ഫോൺ എടുത്ത് നോക്കുന്ന പരിപാടിയുണ്ട്, അതൊന്നും ഇതിലില്ല, ബാധകമല്ല. നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തീർന്നു പോയൊരു ഫീലാണ്. ആ ഒരു വേവിലങ്ങ് പോവുകയാണ്. ശശികുമാറിൻ്റെ കംബാക്ക് എന്ന് തന്നെ പറയാം പടം. ശശികുമാറിൻ്റെ, സിമ്രാൻ്റെ ആ 2 പിള്ളേരുള്ള ആവേശത്തിലെ പയ്യനൊക്കെ ഉണ്ടല്ലോ, അതിനെ ആവേശത്തിലെ പയ്യനും കൂടി ചേർത്താൻ ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവൻ്റെ ഡബിങ് എന്നാണ് തോന്നുന്നത്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു, ആരും മോശമാക്കിയിട്ടില്ല, എല്ലാവരും നല്ല രീതിക്ക്. പക്ഷേ ഇങ്ങനത്തെ പടങ്ങളാണ് വിജയിക്കേണ്ടത്. പക്ഷേ ബാക്കിയുള്ള വലിയ പടങ്ങളുടെ പറയാൻ പോകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പടങ്ങൾക്ക് ഉണ്ടാകുന്ന വീഴ്ചകളും സംഭവങ്ങളൊക്കെ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അന്യഭാഷ ചിത്രമാണ്, ഇല്ലെന്ന് പറയണില്ല. പക്ഷേ ഇത് തിയേറ്റർ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട പടമാണ്. ഇന്ന് എന്നെ ഈ ഒരു പടത്തിന് കാണാൻ വേണ്ടി വന്ന സമയത്ത് ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കിയാണ് എപ്പം കയറുമെന്ന് പറഞ്ഞുകൊണ്ട്. തമിഴ്നാട്ടിലാണെങ്കിലും പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ ഒക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു പടം കാണാൻ വരുന്നത് തന്നെ. അപ്പോൾ നോക്കിയപ്പോൾ അവസാനത്തെ നിമിഷത്തിലാണ് ആൾക്കാർ കയറി അത് ഫുള്ളാവുന്നത് തന്നെ. ഭയങ്കര വിഷമം തോന്നി. ഒരുപാട് കൂറ പടങ്ങൾക്ക് എല്ലാവരും തല വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതുപോലത്തെ ക്വാളിറ്റി പടങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് OTT വരുമ്പോൾ കുറേ വർത്തമാനങ്ങൾ പറഞ്ഞോട്ടെ, മറ്റതാണ് മറിച്ചതാണ്, അതൊക്കെ തെറ്റായിട്ടുള്ള കാണാം. നമ്മൾ തിയേറ്ററിൽ വന്ന് ആ ഫീൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് കുടുംബമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെന്തായാലും ഇറങ്ങുന്ന സമയത്ത് കണ്ണ് നനഞ്ഞിരിക്കും. അത് അങ്ങനത്തെ രീതിക്ക് ആ പടം എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ഒരുപാട് എന്താ പറയുക, ടച്ച് ചെയ്തു പല കാര്യങ്ങളും. ചില സീക്വലൊക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. എനിക്ക് കഴിഞ്ഞതിന് മറ്റേ ചിറ്റ എന്നൊരു മൂവി, അങ്ങനത്തെ കുറേ പടങ്ങളുണ്ടായിരുന്നു. ഇറുകിപ്പെട്ട് അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ട് ഇറങ്ങിയ സമയത്ത് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. ആ ഫീൽ കിട്ടി.
ഈ വർഷം ഇങ്ങനത്തെ ഒരു പടം വരുമെന്ന് പോലും വിചാരിച്ചില്ല. ശശികുമാറിൻ്റെ കംബാക്കാണ്. കാരണം പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരു സെലക്റ്റീവായിട്ടുള്ളൊരു വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇറങ്ങിയ സമയം ശരിയല്ല. വലിയ പടങ്ങളിലൂടെ ഇറക്കരുത്. കേരളത്തിലും തുടരുമെല്ലാം ഇത്രയും ഓർമ്മ തുടരും. കാരണം ലാലേട്ടൻ്റെ കുറച്ച് ഗ്യാപ്പിന് ശേഷം 2 സൂപ്പർ ഹിറ്റുകളാണ് നമുക്ക് തന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറക്കിയ സമയം ശരിയല്ല. ചിയാൻ വിക്രമിൻ്റെ തീരൻ ആ പടം ഉണ്ടല്ലോ, വീരധീരസൂരൻ, അത് ഇറങ്ങേണ്ട സമയം ഇതല്ല. ഒന്ന് മാറ്റി 2 പടങ്ങൾ ഇറക്കിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ആൾക്കാരുടെ ഇതായിരിക്കും. എനിക്ക് തോന്നി ഇതിപ്പം അടുത്ത ആഴ്ച തൊട്ട് ഹൗസ്ഫുൾ ഷോസ് നടക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അത്ര നല്ല പടമാണ്, കാണാതെ പോവല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് ഈ പടം കണ്ട് സപ്പോർട്ട് ചെയ്യണം. നല്ല പടമാണ്. സിനിമ കൊള്ളാം, നല്ല സിനിമയാണ്. അഭിനയവും കാര്യങ്ങളൊക്കെ എല്ലാം കൊള്ളാം, നല്ല സിനിമയാണ്. നമ്മൾ ഫാമിലിയായിട്ട് ഇരുന്ന് കാണാനായിട്ട് നല്ല സിനിമയാണ്.